വ്യാപകമായി നടത്തുന്ന റെയ്ഡ് താൽക്കാലികമായി നിർത്തിവെക്കുക, കുറഞ്ഞത് 6 മാസക്കാലമെങ്കിലും അനധികൃത താമസക്കാരായി തങ്ങുന്നവർക്ക് അവരുടെ താമസ കുടിയേറ്റ രേഖകൾ ശരിയാക്കുന്നതിനോ രാജ്യം വിടുന്നതിനോ ഉള്ള സാവകാശം നൽകുക, ഡീപ്പോർട്ടേഷൻ ക്യാമ്പുകളിലുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറുക, അനാവശ്യ പീഡനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വിധു പി നായർ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചു. പോലീസ് തിരച്ചിലിന്റെ ഭാഗമായി നടക്കുന്ന പീഡനങ്ങളും അദ്ദേഹം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യൻ എംബസിയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയ അധികൃതരെ കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നും വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അനധികൃത താമസക്കാർക്ക് വേണ്ടിയുള്ള പരിശോധനകളിൽ 900ഓളം ഇന്ത്യക്കാർ പിടിയിലായെന്നും ഇതിൽ 300 പേരെ നാടുകടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 600ഓളം ആളുകൾ രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നാണ് കുവൈത്ത് അധികൃതർ എംബസിയെ അറിയിച്ചത്. നാളെ കുവൈത്തിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ഈ വിഷയത്തിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഇന്ത്യക്കാരുടെ ആശങ്ക അകറ്റാൻ എംബസി ഇടപെടുന്നില്ലെന്നാരോപിച്ച് 700ഓളം ഇന്ത്യക്കാർ കഴിഞ്ഞ ദിവസം എംബസി ഉപരോധിച്ചിരുന്നു. മീഡിയ 1 കുവൈത്ത്.